കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ ഒരു തലമുറയുടെ മാരാമൺ ഓർമ്മകൾ. പിന്നാമ്പുറങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തെന്നിമാറുമ്പോഴും നമ്മെ ഒരിക്കലൂടെ ആ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ചില ഓർമ്മ പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ ചിലർ തുറന്നു വെക്കുന്നു. മാരാമൺ ഡയറീസ്, മാർത്തോമ വിഷനിലൂടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. മാർത്തോമ സഭയുടെ മാരാമൺ കൺവെൻഷനെക്കുറിച്ച് ഓർക്കുകയും ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യുന്നത് എപ്പോഴും അഭിമാനകരമാണ്. അതുകൊണ്ട് ഒരു മാർത്തോമാക്കാരൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും എവിടെയായിരുന്നാലും അവന് അഭിമാനിക്കാനുള്ള ഒരു വിഷയമാണ് നമ്മുടെ മാരാമൺ കൺവെൻഷൻ. ഇപ്പോൾ 130ാമത് മാരാമൺ കൺവെൻഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥനയും അതുതന്നെയാണ്. ഏറ്റവും അനുഗ്രഹമായി തീരണം, അഭിമാനമായി തീരണം, അനുഗ്രഹമായി തീരണം, പുതിയ ദർശനത്തിലേക്കും പുതിയ കാഴ്ചപ്പാടിലേക്കും പഴയ തലമുറയും പുതിയ തലമുറയും ഒരുക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിൽ ബാല്യകാല ഓർമ്മകളെ പങ്കുവയ്ക്കുന്നത് വളരെ സന്തോഷകരമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ശൈശവ പ്രായം മുതൽ ഇന്നയോളം കേട്ട ദൈവവചനം, അതിൻ്റെ ആകത്തുകയാണ് നമ്മുടെ ആത്മീയ ജീവിതം. നമ്മുടെ കിട്ടിയ ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അത് പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഇതൊക്കെ മുഖാന്തരമായി തീർന്നു. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് വരുന്ന വചന പ്രഘോഷകർ നമുക്ക് നൽകുന്ന പുത്തൻ അറിവുകളൊക്കെ നമുക്കെന്നും പ്രചോദനം തന്നെയാണ്. ശൈശവപ്രായത്തിലൊക്കെ, ബാല്യപ്രായത്തിൽ മാരാമൺ കൺവെൻഷൻ പോകുന്നത് എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ നിറൂഴതയിൽ എത്തുന്ന ദിവസങ്ങളായിരുന്നു, കാത്തിരിക്കുന്ന ദിവസങ്ങൾ. പ്രത്യേകിച്ച് ആ കാലത്ത്, അതായത് 60കളിൽ ഓരോ മാർത്തോമാക്കാരനും കാത്തിരിക്കുന്നതാണ് മാരാമൺ കൺവെൻഷൻ പങ്കെടുക്കുക. അതൊരാഘോഷമാണ്, അഭിമാനമാണ്. എൻ്റെ ഈ ചെറുപ്പത്തിൽ അതിൻ്റെ പപ്പായോട് ചേർന്ന് കൈ പിടിച്ചുകൊണ്ട് ആ മാരാമൺ മണപ്പുറത്തൂടെ നടന്നതും അന്നത്തെ ആ വെള്ളത്തിലൂടെ ക്രോസ് ചെയ്ത് മാരാമൺ പന്തലിലെത്തിച്ചേർന്നതും മടങ്ങി വരുന്നതും ബസ് യാത്രയും ഒക്കെ ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ്. അവിടെ മണൽപ്പുറത്തിരുന്ന 4-5 വയസ്സുള്ളപ്പോൾ കേട്ടതായ വചനങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ തന്നെയും അന്ന് അവിടെ ഇരുന്ന് പാടിയ പാട്ടുകളും ചെലവഴിച്ച സമയങ്ങളും എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതാണ്. അത് ഇന്നും അതിൻ്റെ തിരകൾ മനസ്സിൽ ആഞ്ഞടിക്കുന്നുണ്ട്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 47 വർഷമായി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജോലി സ്ഥലത്തും പ്രവർത്തന മേഖലയിലും അവിടുത്തെ ഇടവകയിലും സംഘടനകളിലൊക്കെ നമുക്ക് ലഭിച്ചതായ വചനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, രക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒരുങ്ങുന്നതിനുമൊക്കെ നമുക്ക് ഇത് മുഖാന്തരം ഇടയാക്കിത്തീരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമുണ്ട്. ഗൾഫിലായിരുന്നുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ വർഷവും മാരാമൺ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ നിന്ന് യാത്ര തിരിച്ചതിന് ശേഷം എന്നാൽ കഴിയുമെങ്കിൽ ഇടയ്ക്കുള്ള സന്ദർഭം, ലഭിക്കുന്ന സന്ദർഭം ഇവിടെ വന്ന് മാരാമൺ പങ്കെടുക്കുന്നത് ഒരു നല്ല ഓർമ്മകളായിരുന്നു എന്നുള്ളത് സംശയമില്ല. എന്നാൽ ഈ വർഷം അങ്ങനെയുള്ള അവസരം ലഭിച്ചു. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷന് പങ്കെടുക്കുക എന്നുള്ളത് വളരെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടന യോഗം 9-ാം തീയതിയാണല്ലോ നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നതിനും തുടർന്നുള്ള ചില ദിവസങ്ങൾ കൂടെ പങ്കെടുത്ത്
മടങ്ങിപ്പോകണമെന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അതിനെയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഈ മാരാമൺ കൺവെൻഷൻ യോഗത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് വന്ന് അനുഗ്രഹീതരായി പാട്ടുപാടി പ്രാർത്ഥിച്ച് വചനം കേട്ട് പുതിയ ദർശനത്തോടുകൂടി ജീവിപ്പാൻ ഇത് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി സംഘാടകരായി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. അവരുടെ അധ്വാനം ഫലപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് മാരാമണിലേക്ക് നോക്കി സന്തോഷിക്കുന്ന ദിവസങ്ങൾ തീരട്ടെ എന്ന് ഹൃദയാത്മകമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. ആമേൻ.